നമസ്കാരം. ഇതല്ലാതെ വേറെ വിധി പറ്റില്ല. കള്ളത്തെളിവ് കൊണ്ട് ഒരു കേസ് ജയിക്കാൻ പറ്റില്ല. ന്യായമായ വിധി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ വെറുതെ വിട്ടപ്പോൾ നടന്റെ അഭിഭാഷകൻ രാമൻപിള്ള പ്രതികരിച്ചത് ഇങ്ങനെയാണ്: ഇത് അന്തിമ വിധിയല്ലെന്നും മേൽക്കോടതിയിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാമെന്നും ഗൂഢാലോചന ഇപ്പോഴും ഒരു വെല്ലുവിളിയാണെന്നുമാണ് അന്വേഷണ സംഘം മുൻ മേധാവി ബി സന്ധ്യ പറഞ്ഞത്. ആ പശ്ചാത്തലത്തിൽ മുൻ DGP TP സെൻകുമാറിന്റെ വിശകലനവും ശ്രദ്ധേയമാവുകയാണ്. ഒന്ന്, അന്വേഷണം തെളിവുകളിൽ നിന്നും പ്രതിയിലേക്ക്. ഒരു ഉത്തമ പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ടത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതിയെ കണ്ടെത്തുക എന്നതാണ്. മറിച്ച് ഒരാളെ പ്രതിയായി നിശ്ചയിച്ച ശേഷം അയാൾക്കെതിരെ തെളിവുകൾ നിർമ്മിച്ചെടുക്കുന്നത് നീതി നിഷേധമാണ്. 2017 ഈ കേസിന്റെ തുടക്കത്തിൽ തന്നെ ദിലീപിനെ പ്രതിയാക്കാൻ തക്കവണ്ണം കൃത്യമായ തെളിവുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നത് കോടതി വിധിയിലൂടെ ഇപ്പോൾ ശരിവെക്കപ്പെട്ടിരിക്കുകയാണെന്നും സെൻകുമാർ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു. 2, പ്രീ ഡിസ്പോസ്ഡ് മനോഭാവം. അന്വേഷണ സംഘം ഒരു ഓപ്പൺ മൈൻഡോടെ വേണം നീങ്ങാൻ. ഞാൻ പറയുന്നവരാണ് പ്രതി എന്ന മുൻവിധിയോടെയുള്ള അന്വേഷണം യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാനും നിരപരാധികളെ ക്രൂശിക്കാനും മാത്രമേ ഉപകരിക്കൂ. 3, കള്ളത്തെളിവുകളുടെ നിർമ്മാണം. ഇല്ലാത്ത തെളിവ് ഉണ്ടാക്കാൻ പോലീസ് പോകരുത്. കള്ളത്തെളിവുകൾ വിചാരണ വേളയിൽ തകർന്നു പോകുമെന്ന് മാത്രമല്ല, പോലീസിന്റെ വിശ്വാസ്യത തകർക്കുകയും ചെയ്യും. ദിലീപിന്റെ കാര്യത്തിൽ 2015 സുനിക്ക് പണം നൽകിയെന്ന പ്രോസിക്യൂഷൻ വാദം പോലും ഗൂഢാലോചന തെളിയിക്കാൻ പര്യാപ്തമല്ലെന്ന് കോടതി കണ്ടെത്തിയതും ഇതിനോട് ചേർത്ത് വായിക്കാം. 4, താൻ സംസ്ഥാന പോലീസ് മേധാവിയായിരുന്ന ചുരുങ്ങിയ കാലയളവിൽ തന്നെ കേസിന്റെ പോക്ക് ശരിയായ ദിശയിലല്ലെന്ന് മനസ്സിലാക്കിയിരുന്നുവെന്നും സെൻകുമാർ പറഞ്ഞു. TP സെൻകുമാറിന്റെ കുറിപ്പ് ഇങ്ങനെയാണ്: ദിലീപ് പ്രതിയായി ഇപ്പോൾ വിട്ടയക്കപ്പെട്ട കേസിൽ 2017 തന്നെ ഞാൻ പറഞ്ഞതാണ് ശരിയായ തെളിവിന്റെ അടിസ്ഥാനത്തിലല്ല ദിലീപിനെ പ്രതിയാക്കിയതെന്ന്. കേസുകൾ അന്വേഷിക്കേണ്ട രീതി ഇതല്ല. ഒരാളെ പിടികൂടുക, അതിനുശേഷം അയാൾക്കെതിരെ തെളിവുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക, അതിനുവേണ്ടി വ്യാജമായ കാര്യങ്ങൾ ഉണ്ടാക്കുക. ഇങ്ങനെയാണോ കേസ് അന്വേഷിക്കേണ്ടത്? ആദ്യം തെളിവുകളുടെ അന്വേഷണത്തിലാണ് കേസ് അന്വേഷിക്കേണ്ടത്. അത് ഒരു പ്രീ ഡിസ്പോസ്ഡ് കണ്ടീഷനിലായിരിക്കരുത്. അന്വേഷണ തലവനും അന്വേഷണ സംഘവും ഓപ്പൺ മൈൻഡോട് കൂടി വേണം കേസ് അന്വേഷിക്കേണ്ടത്. ഈ കേസിൽ മാത്രമല്ല, ഇനിയും പല കേസുകളിലും ഇത്തരം കാര്യങ്ങൾ പുറത്തു വരും. അതിലൊന്നായിരിക്കും ആലുവയിൽ ട്രെയിനിൽ നിന്ന് ഒരു സ്ത്രീയെ പുഴയിൽ തള്ളിയിട്ട് കൊന്ന കേസ്. നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥർ സത്യസന്ധരായിരിക്കണം. ഞാൻ അന്വേഷിക്കുന്ന കേസിലെല്ലാം ഞാൻ പറയുന്നവരാണ് പ്രതികൾ എന്നല്ല പറയേണ്ടത്. അതിലെ തെളിവുകൾ എന്തെല്ലാമാണ്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസ് മുന്നോട്ട് പോകേണ്ടത്. കള്ളത്തെളിവുകൾ ഒരിക്കലും ഉണ്ടാക്കരുത്. എൻ്റെ കേസ് അന്വേഷണങ്ങളിലും ഞാൻ മേൽനോട്ടം വഹിച്ച കേസുകളിലും ഞാൻ കൃത്യമായി പാലിച്ചിട്ടുള്ളതാണ്. ഇല്ലാത്ത തെളിവുണ്ടാക്കാൻ പോലീസ് പോകരുത്. ഇതാണ് എൻ്റെ അഭിപ്രായം. ദിലീപിനെ പറ്റി 2017 ഞാൻ പറഞ്ഞതും ഇതേ അടിസ്ഥാനത്തിലാണ്. ഞാൻ 2017 എനിക്ക് ലഭിച്ച അറിവുകൾ വെച്ച് ഇതേ അഭിപ്രായം പറഞ്ഞിരുന്നു. അന്ന് ദിനേന്ദ്ര കശ്യപും സുദർശനും എന്നോട് സംസാരിച്ചിട്ടുള്ളൂ. മറ്റ് സീനിയർ ഓഫീസർമാരും എന്നോട് സംസാരിച്ചിട്ടില്ല. കാരണം ഞാൻ സ്റ്റേറ്റ് പോലീസ് ചീഫായി 2 മാസത്തേക്ക് മാത്രം തിരിച്ചു വന്നതുകൊണ്ട് 3 മാസം ഉണ്ടെങ്കിലേ CR എഴുതാൻ പറ്റുള്ളൂ. എന്നിരുന്നാലും കേസ് ഇങ്ങനെയാണെന്ന് അന്ന് തന്നെ എനിക്ക് മനസ്സിലായി. അതുവരെയുള്ള തെളിവുകൾ ദിലീപിനെ ഈ സംഭവവുമായി ബന്ധിപ്പിക്കുന്നതൊന്നും കണ്ടെത്തിയിരുന്നില്ല. സത്യസന്ധതയ്ക്കല്ല, സ്വന്തം പ്രാമാണികത്തിനാണ് പ്രാധാന്യമെന്ന് വിശ്വസിക്കുന്ന ചില ഓഫീസർമാരുണ്ട്. അതുകൊണ്ടാണ് പല കേസുകളും ഇങ്ങനെയാകുന്നതെന്നും സെൻകുമാർ പറയുന്നു.